ഷാദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷാദ്, അവിടെ അല്ല, എൻ്റെ ചോദ്യം ഇതായിരുന്നു. എൻ്റെ ചോദ്യം ഈ ഒരു വീട് നമുക്ക് പ്രത്യക്ഷമായി കാണാം, ആ വീടൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ഉറപ്പായും അതിന് ബലക്ഷയമുണ്ട്. ഏത് സമയം അത് വീഴാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ അവിടുത്തെ ആൾക്കാർ സാധനമൊക്കെ എടുത്തോളം മാറുകയാണെന്നാണ് നേരത്തെ അവിടെ ഒരാൾ പറഞ്ഞത്. അവിടെ റോഡുണ്ട്, ആ റോഡിന് ഉപയോഗിക്കാൻ കഴിയുന്ന റോഡാണോ എന്നറിയില്ല. കാര്യം അതുവഴി വാഹനത്തിലോ വല്ല കാറൊക്കെ പോവുകയാണെങ്കിൽ എപ്പോൾ താഴോട്ടോ എന്ന് ചോദിച്ചാൽ മതി, ഒരു തർക്കം അക്കാര്യത്തില്ല, അത്രയും ബലക്ഷയമാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ 30 അടി കുത്തിക്കുഴിക്കാൻ ഉള്ള അനുവാദം എങ്ങനെ കിട്ടി? അതിന്റെ സ്വാധീനം എന്താണ്? അതിൽ നാട്ടുകാരുടെ സംശയം എന്താണ്? ഷഹദ്. ഹാഷ്മി, പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യം അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ആ വീട് ആരുടേതാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. എന്തായാലും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ സേഫാണ്. ഇപ്പം ആ വീട്ടുടമയാണ് നമുക്കൊപ്പം ചേരുന്നത്. ചേട്ടൻ്റെ പേരെന്താ? സുധി. നിങ്ങളിവിടെ പണയത്തിനാണോ താമസിക്കുന്നത്? അതെ 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 അതെ. ഇപ്പം ഈ മഴക്കാലമൊക്കെ ആയി, മാത്രമല്ല ഇങ്ങനെ മണ്ണെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇതിന്റെ നിർമ്മാണ പറഞ്ഞതായിരുന്നു 2 വട്ടം ഓരോട്. ഇതിന്റെ മുന്നേ അവിടെ മറ്റു അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഷീറ്റിനടുത്ത് കുറച്ച് എന്താ പറയുക, നമ്മുടെ കോൺക്രീറ്റ് സാധനങ്ങൾ ഇട്ടേച്ച് വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് സേഫാണോ? സേഫാണ്, നമ്മളിതിൻ്റെ മുകളിലേക്ക് കെട്ടി കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. ഇപ്പം നിങ്ങൾ കെട്ടിയിട്ട് നിങ്ങളുടെ അവസ്ഥ നോക്കണ്ടോ? കെട്ടിക്കൊണ്ടുവന്ന അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ വീടിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? അത് പെട്ടെന്ന് ഇടിഞ്ഞു പോയിട്ട് ഞങ്ങൾ അതിനുള്ളിൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വിലപ്പെട്ട രേഖകളും സംഗതിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെന്ത് ചെയ്യാനാ? ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? അമ്മയും കൊച്ചും അതാണ്, അമ്മയും കൊച്ചു അതാ നിൽക്കുന്നത്. എൻ്റെ അമ്മയും കൊച്ചും മാത്രമുള്ളായിരുന്നു. വൈഫ് ഡ്യൂട്ടിക്ക് പോയതായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് അമ്മയും കുട്ടി വീട്ടിലുണ്ടായിരുന്നു. അതാ നിൽക്കുന്നത്. എൻ്റെ വൈഫാണ് അപ്പുറത്ത്, അമ്മയും കൊച്ചു അതാ നിൽക്കുന്നത്. അമ്മയും കൊണ്ടത് എൻ്റെ അമ്മയും കൊച്ചാണത്. അപ്പം ഇത് പെട്ടെന്ന് ഇത് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ അമ്മയും കൊച്ചിനെനിക്ക് നഷ്ടപ്പെടില്ലേ? ആ മണ്ണിടിച്ചിൽ നിങ്ങൾ കണ്ടില്ലേ? ഇവരവിടെ ഇരിക്കുകയായിരുന്നു. അമ്മ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു? അതാ ഞാനത് ആ ഡ്രമ്മിന്റെ അരിയത്ത് ഇരിക്കുക, മോന് കഞ്ഞിയും കൊടുത്തിട്ട്. അതാ പുറത്ത് കൊലായില് ഓനിതിങ്ങനെ കണ്ടിട്ട് കഞ്ഞി കൊടുക്കുകയാണ് ഞാൻ. അന്നേരമാണ് ഷീറ്റുമ്പിലേക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് വീഴുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പം മോൻ പറഞ്ഞു, അച്ഛമ്മ കല്ല് വീഴുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കല്ല് വീഴുകയെന്ന് പറയുമ്പോഴേക്ക് അതൊന്നായിട്ടും കൂടെ വീണ് പോസ്റ്റും ഒക്കെ പാടി തീയാളി. കുട്ടീനെ എടുത്ത് ഞാൻ എങ്ങനെയോ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയതാ. കുലുങ്ങി, ഒന്നായിട്ട് കുലുങ്ങുന്ന വീട്. അതിപ്പോ വീഴും, അങ്ങനെ വിള്ളലായിക്കുന്നു. അകത്ത് വന്ന് നോക്കിയാ കാണാം, അങ്ങക്ക് നോക്കിയാ കാണാം. ഈ സൈഡിലുള്ള മതിൽ ഒന്നായിട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞത് നിർത്ത്, ഞങ്ങൾക്കത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവരത് സ്റ്റേ ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്. ഈ മഴയത്തെങ്കിലും ഇവർ നോക്കണ്ടേ? 9 മണി വരെ ഇവിടെ പണിയാ, 9 മണി വരെ ഇവിടെ ലൈറ്റ് വിട്ടിട്ട് ഇവിടെ പണിയാ. ഞങ്ങൾക്ക് കിടക്കാനും വല്ല ഒച്ചയും വിളി ആരോട് പറയാനാ? അവരൊക്കെ പൈസ ഉള്ള ആൾക്കാരല്ലേ, നമ്മൾ പാവങ്ങളല്ലേ, പറഞ്ഞാൽ അവർ എടുക്കൂല. എത്ര മണിയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം നടന്നത്? ഇപ്പം അതാ ഒരു മണിക്കൂറായി ഉണ്ടാവും. വീടിന്റെ ഉള്ളിൽ വിള്ളൽ വീണത് ഇപ്പം ഈ സംഭവം നടക്കുന്ന സമയത്ത് അത് ഇവർ ഇത് അടിക്കുമ്പോ വീണ്ടെക്കുന്നേ. പിന്നെ ഇപ്പൊ നന്നായിട്ട് കുലുങ്ങീന് വീട്. മോനായിട്ട് ഈ കൊലായിലേന് ഞാൻ അതിലേ ഇറങ്ങി ഓടി അപ്പുറത്തെ വീട്ടിലേക്ക്. കുട്ടി പേടിച്ച് കരഞ്ഞ് വെള്ളം വെച്ചത്. ഇപ്പോഴാ ഓൻ എണീച്ചത്. വല്ലാതെ പേടിച്ചു പോയി. വേറെ ആരും ഉണ്ടായിരുന്നില്ല? എൻ്റെ അമ്മായി ഉണ്ടായിന്. അതൊക്കെ കൂടി തളർന്ന് വീണ് ഓരൊക്കെ കൂടി വന്ന് പിടിച്ച് അങ്ങോട്ടാക്കീന്. പിന്നെ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് വരുത്തിയതാ. ഞാൻ എന്ത് ചെയ്യും ഒറ്റക്ക്? എല്ലാ ഇരിങ്ങളെ കടലാസുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ. അതെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കുന്ന ഡ്രസ്സ് വരെ അതിൻ്റെ ഉള്ളിലാ. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ? ഇപ്പം നിങ്ങൾ പണയക്കാരാണെങ്കിൽ പോലും നിങ്ങളെ ഹൗസ് ഓണറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആൾക്കാർ കേസ് കൊടുക്കുമ്പോൾ അത് ഓരോരുത്തരും കേസ് നടക്കുകയാണ്, എന്നിട്ടും ഒരു പണി എടുത്തോണ്ട് നിൽക്കുക. ഇതേപോലെ തന്നെയാണ് ഇവരെപ്പോഴും വർക്ക് ചെയ്തിട്ടാണ് ഈ പ്രശ്നം. ഇവർ ഒരു സേഫ്റ്റി, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിക്കാണ് അവർ മറച്ച് കെട്ടിയിട്ടാണ് ഇവിടെ ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു സേഫ്റ്റി ഇതുവരെ തന്നിട്ടില്ല. ഇത്ര നിങ്ങൾ നോക്കി നോക്കുക, ആ വീട് ഇപ്പോൾ വീഴും പറഞ്ഞിട്ട് പോലെ നിൽക്കും. ഞങ്ങളുടെ എല്ലാം മുറ്റത്താണ് ഉള്ളത്. ഞങ്ങളുടെ മുറ്റാണ് ആ കൊലായിൻ്റെ അടുത്ത് മുറ്റത്താണ് ആ മണ്ണ് വീണെടുക്കുന്നത്. നിൽക്കാൻ പറ്റൂല മുറ്റത്തൊന്നും. വീടിന്റെ അകം മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് വിള്ളൽ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, സൂപ്പർവൈസർ വന്നപ്പോൾ അതിൻ്റെ ഇതാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഉറക്കം കിട്ടാറില്ല ചേട്ടാ, കൊച്ചു ഇതൊക്കെ എടുത്ത് ഞങ്ങളിവിടെ താമസിക്കുകയാണ്. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ അതൊരു ഇതിൻ്റെ ഓണേഴ്സ് ആരും ഇവിടെ ഇല്ല. ഇതിൻ്റെ ഒരു കരാറെടുത്തൊരു എന്താ പറയുക, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു, ചേട്ടാ അത് കണ്ടില്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് അവരവിടുന്ന് ഇങ്ങനെ കുറച്ച് ഷീറ്റിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിട്ടിട്ട് കാര്യമുണ്ടോ, നിങ്ങളിത് പൊന്തിക്കണം? സേഫ്റ്റിയാണ് മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 2 കൊച്ചുങ്ങളും ഒരു കൊച്ചു
അമ്മയും 2 പെൺകുട്ടികളുള്ള വീടാണ്. രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ചേട്ടാ. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ടതാണ് പറഞ്ഞത്. എൻ്റെ പേരെങ്ങനെയായിരുന്നു? സുധി. എന്താ ചെയ്യുന്നത്? ഞാൻ പെയിൻറ്റിങ് വർക്കാണ്. എന്തായാലും ഹാഷ്മി, ഇപ്പം സുധിയുടെ വീടാണ്. ആ വീട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ആ വീട് എന്ന് പറയുന്നത് സുധിയുടെ വീടാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് സുധിയുടെ അമ്മയും ഒപ്പം തന്നെ സുധിയുടെ കുട്ടിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു.